നമസ്കാരം. നമുക്ക് ഒ പികളിൽ വളരെ സാധാരണമായിട്ട് ലഭിക്കുന്ന, എന്നാൽ രോഗികൾ പലപ്പോഴും കംപ്ലൈൻറ്റ് പറയാത്തതോ അല്ലെങ്കിൽ നോട്ടീസ് പോലും ചെയ്യാത്ത ഒരു പ്രശ്നമാണ് കാലുകളിൽ ഉണ്ടാകുന്ന വീക്കം. പല കാരണങ്ങൾ കൊണ്ട്, അതായത് ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടും കിഡ്നിയുടെ പ്രശ്നം കൊണ്ടും ഒക്കെ കാലുകളിൽ നീര് വരാറുണ്ട്. എന്നാൽ നമ്മളിവിടെ പറയാൻ പോകുന്നത് വെരിക്കോസ് വെയിൻ കൊണ്ട് ഉണ്ടാകുന്ന നീരിനെ പറ്റിയാണ്. ചില രോഗികൾ വന്ന് ചോദിക്കാറുണ്ട്, എൻ്റെ കാലിൽ തടിച്ച ഞരമ്പുകളോ വീർത്ത ഞരമ്പുകളോ ഇല്ല, എങ്കിലും ഞാൻ വേറെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ അത് വെരിക്കോസ് വെയിൻ കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കാറുണ്ട്. വെരിക്കോസ് വെയിൻ 2-3 തരത്തിലുണ്ട്. സ്പൈഡർ വെയിൻ എന്ന് പറയുന്നത്, അതായത് വളരെ ചെറിയ ഞരമ്പുകളെ അഫക്റ്റ് ചെയ്യുന്ന സ്പൈഡർ വെയിൻ എന്നും, കുറച്ചുകൂടെ വലുത്, അതായത് സൂപ്പർഫിഷ്യലായിട്ട് കാണുന്ന ഞരമ്പ് വെയിനുകളെ അഫക്റ്റ് ചെയ്തു വരുന്ന വെരിക്കോസ് വെയിൻ. അതേപോലെ തന്നെ ഡീപ്പർ വെയിൻ, കുറച്ചുകൂടെ ഉള്ളിലുള്ള വെയിനുകളിലെ അഫക്റ്റ് ചെയ്തു വരുന്ന വെരിക്കോസ് വെയിൻ. അങ്ങനെ 3 തരത്തിലുണ്ട്. അതിൽ ഉള്ളിൽ വരുന്ന, അതായത് ഡീപ്പറായിട്ട് വരുന്ന വെയിനുകളെ അഫക്റ്റ് ചെയ്തു വരുന്ന വെരിക്കോസ് വെയിൻ കൊണ്ടാണ് ഈ പുറം വെളിഭാഗത്തേക്ക് അതിൻ്റെ വീർപ്പോ അല്ലെങ്കിൽ ഒരു തള്ളലോ ഒന്നും കാണാത്തത്. എങ്കിലും ഇതിൻ്റെ കാരണം വെരിക്കോസിറ്റി ആണ് എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വെരിക്കോസ് വെയിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഈ തടിച്ചു വീർത്ത ഞരമ്പ് ആണെങ്കിലും അതിനോട് കൂടെ തന്നെ നമുക്ക് വേദനയും ചൊറിച്ചിലും സ്കിന്നിനുണ്ടാകുന്ന തിക്നെസ്സിലുള്ള ഡിഫറൻസും അതേപോലെ അൾസറേഷൻ, ഇതെല്ലാമാണ് അതിൻ്റെ ക്രമേണയുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരിക. ഇത് ആരിലാണ് കൂടുതലായിട്ട് കാണുന്നത്? സ്ത്രീകളിൽ, പ്രത്യേകിച്ച് ഗർഭിണി ആകുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതേപോലെ തന്നെ തടിയുള്ളവർക്ക്, ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നവർ, ഇവരിലൊക്കെ ഈ വെരിക്കോസ് വെയിൻ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പിൽ ഒരു വാൽവ് സിസ്റ്റമുണ്ട്. അത് തകരാറാകുന്നതാണ്, അല്ലെങ്കിൽ അത് തകരാറിലാകുന്നതാണ് ഈ വെരിക്കോസ് വെയിനിലേക്ക് എത്തുന്നത്. ഈ ഞരമ്പുകൾക്കുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അത് നഷ്ടപ്പെട്ടു പോകുന്നതും ഇതിൻ്റെ ഒരു കാരണമാണ്. പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കാതിരിക്കുകയും ബ്ലഡ് അവിടെ തങ്ങി നിൽക്കുന്നത് കാരണം അതിന് ചുറ്റുപാടുമുള്ള സ്ട്രക്ചറിലേക്ക് നീരിറങ്ങുകയും ക്രമേണ അത് കളർ വേരിയേഷൻസ് ഉണ്ടാകുകയും പിന്നെ അത് തിക്നെസ് ഉണ്ടാകുകയും അത് അൾസറേഷനിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അൾസറേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കണ്ടീഷനാണ് വെരിക്കോസ് അൾസർ. അതിനാൽ തന്നെ ഇത് ഒരു അൾസർ സ്റ്റേജ് വരെ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളതിന് വേണ്ടുന്ന ചികിത്സകൾ കൃത്യമായിട്ട് ചെയ്താൽ പരിപൂർണമായിട്ടും ഭേദപ്പെടുത്താൻ പറ്റുന്നൊരു കണ്ടീഷനാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. വെരിക്കോസ് വെയിൻ വരാതിരിക്കാൻ, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ളവർ അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം? പ്രധാനമായിട്ടും എക്സസൈസ്, അതായത് നമുക്ക് കാഫ് മസിൽസിന്, കാലിലാണ് കൂടുതലായിട്ടും നമുക്ക് വെരിക്കോസ് വെയിൻ കണ്ടുവരാറുള്ളത്. അപ്പോൾ കാഫ് മസിൽസിന് കൊടുക്കുന്ന എക്സസൈസ് ഇതിനെ വളരെയധികം സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഭാരം കുറയ്ക്കുക, ശരീരഭാരം കൂടുന്നതും ഇതിനൊരു കാരണമാണെന്ന് പറഞ്ഞല്ലോ. ശരീരഭാരം കുറയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ കംപ്രഷൻ സ്റ്റോക്കിങ്സ് അത് യൂസ് ചെയ്യുന്നതും ഇതിനെ വളരെയധികം അതിൻ്റെ പ്രോഗ്രഷൻ തടയാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ആഹാരത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? നമ്മൾ കൂടുതലും വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഇതിൽ നല്ലത്. കഴിവതും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതേപോലെ ഫ്ലാക്സ് സീഡ്, ഫൈറ്റോ ഈസ്ട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്ലാക്സ് സീഡും സോയാബീനും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് ഈ ഞരമ്പുകളുടെ ആരോഗ്യം നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പുളിയുള്ള പഴവർഗ്ഗങ്ങൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ്. അത് കഴിക്കുന്നതും വൈറ്റമിൻ ഇ, ഒമേഗ 3, അതേപോലെ തന്നെ സിങ്ക്, മഗ്നീഷ്യം, ഇതെല്ലാം അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ആ ഞരമ്പിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ മസിലിൻ്റെ പ്രവർത്തനങ്ങൾക്കും മസിലിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നമ്മളിത് പ്രാരംഭ ദശയിൽ തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അൾസർ ആകുന്നതിന് മുമ്പ് തിരിച്ചറിയാൻ സാധിച്ചാൽ വളരെ എഫക്റ്റീവായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ആയുർവേദത്തിൽ അതിന് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന മരുന്നുകളും പുറമേ ചെയ്യാൻ പറ്റുന്ന ചികിത്സകളും എല്ലാം ലഭ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കാല് കുറച്ച് ഉയരത്തിലേക്ക്, അതായത് ഭിത്തിയിലേക്ക് പൊക്കി ഒരു 10 മിനിറ്റോളം വയ്ക്കുന്നത് ബ്ലഡിൻ്റെ സർക്കുലേഷനെ കുറച്ചുകൂടെ ഫാസ്റ്ററാക്കാൻ, അല്ലെങ്കിൽ ആയാസരഹിതമാക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ കാലുകളിൽ കൊടുക്കുന്ന മസാജ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, താഴെ നിന്ന് മുകളിലേക്ക് വേണം മസാജ് ചെയ്യാൻ. അതും ബ്ലഡ് ഫ്ലോ മുകളിലേക്ക് ഉണ്ടാകാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നുള്ളത് നമ്മൾ കോൾഡ് ബാൻഡേജ്, അതായത് നമ്മൾ തണുത്ത തുണി വെച്ചിട്ട് കാലിൽ ഈ വെരിക്കോസ് വെയിനുള്ള ഭാഗം ഒന്ന് കവർ ചെയ്ത് വയ്ക്കുന്നതും ആ വെയിനുകളെ ശാന്തമാക്കാൻ സഹായിക്കുന്നതാണ്.
അതേപോലെ തന്നെ നമുക്ക് സ്പൈറൽ ബാൻഡേജ് ഉണ്ട്. നമുക്ക് ആങ്കിൾ ജോയിൻറ്റിൽ നിന്ന് മുകളിലേക്ക് ചെയ്യാൻ പറ്റുന്ന ബാൻഡേജ് ചെയ്തിട്ട് കാല് വയ്ക്കുന്നത്. അതായത് നമ്മൾ രാത്രിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ സ്പൈറൽ ബാൻഡേജ് ചെയ്തിട്ട് കിടക്കുന്നതും വെരിക്കോസ് വെയിനിന് സപ്പോർട്ടീവായിട്ട് ഉള്ള കാര്യമാണ്. ഈ നമ്മൾ ടിപ്പ് പറഞ്ഞതിൽ തൃപ്തരാകാതെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ല, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല എങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം അതിന് കൃത്യമായ ചികിത്സ എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്.